സാജൻ, ചക്രയുമ സാജൻ. ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ പ്രധാന നടൻ മമ്മൂട്ടിയെക്കുറിച്ചാവാമല്ലേ. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ മമ്മൂട്ടി സാറിനെ വെച്ച് കുറേ സിനിമ എടുത്ത ആളല്ലേ, എന്തേ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുന്നു. പറയാനൊന്നുമില്ല, അദ്ദേഹം ആരോഗ്യവാനാണ് എന്നല്ലേ എനിക്ക് അറിയാവുള്ളൂ. എന്നാൽ അവർക്ക് എന്നിൽ നിന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം ചോദിക്കുന്നത്, സ്വാഭാവികം. എൻ്റെ സ്ഥിരം സിനിമ ഒരുപക്ഷെ ചക്കരയുമ്മ എന്ന സിനിമയിൽ ഞാനിന്ന് ചക്കരയുമ്മ സാജൻ ആകാൻ കാരണം തന്നെ ഒരുപക്ഷെ മമ്മൂട്ടി അതിൽ പ്രധാന നായകനായി എന്നുള്ളതാണ്. ജഗൻ പിറ്റേസ് അപ്പച്ചൻ, അദ്ദേഹം രക്തം, കർത്തവ്യം, ചാമരമൊക്കെ എടുത്ത വലിയ പ്രൊഡ്യൂസറാണ്. VC ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇങ്ങനെ ഒരു പുതിയ സംവിധായകനെക്കുറിച്ച് സിനിമ എടുക്കാൻ ആലോചിച്ചപ്പോൾ പല സംവിധായകരും അദ്ദേഹം ശ്രമിച്ചു നോക്കിയപ്പോൾ എൻ്റെ സുഹൃത്തായ SN സ്വാമി, നമ്മുടെ തിരക്കഥാകൃത്തെ SN സ്വാമി അറിയാമല്ലോ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ KR ഷൺമുഖം, അവർ പറഞ്ഞു, നിങ്ങൾ അപ്പച്ചൻ സാറ് നല്ലൊരു പുതിയൊരു സഹസംവിധായകനെ കൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ N ശങ്കരൻ നായർ സാറിൻ്റെ അസോസിയേറ്റ് സാജൻ നല്ലൊരു വ്യക്തിയാണ്, ഞങ്ങൾക്കറിയാം. അതായത് മദനോത്സവമൊക്കെ ചെയ്ത ആളാണ് ശങ്കരൻ നായർ സാറ്. ശങ്കരൻ നായർ സാർ ഒട്ടനവധി സിനിമകളിൽ എത്തിയിട്ടുള്ള ആളാണ്. സരിണാഭാവം കമലഹാസനായിരുന്നു മദനോത്സവം. പിന്നെ ശ്രീദേവി എന്നൊരു സിനിമ സോമേട്ടനും കമലഹാസനും ശാരദാമ്മയൊക്കെ അഭിനയിച്ച സിനിമയാണ്. പിന്നെ അദ്ദേഹം ഷർമിള ടാഗോറിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച ചിത്രമായിരുന്നു ചുവന്ന ചിറകുകൾ. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം അസോസിയേറ്റ് ആയിരിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം പ്രൊഡ്യൂസർ അപ്പച്ചൻ സാറിനോട് പറയുന്നത്. അപ്പോൾ പ്രധാന നടനെന്ന് പറയുന്നത് മമ്മൂട്ടിയാണല്ലോ. അപ്പം മമ്മൂട്ടിയോട് ജഗൻ പിറ്റേസ് അപ്പച്ചൻ സാറ് ചോദിച്ചു, ഇങ്ങനെ ഒരു സഹസംവിധായകൻ സാജൻ, അവിടെ അറിയാം, നല്ല മിടുക്കനല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആദ്യമായിട്ട് വന്നത്. അതുതന്നെയാണ് ഞാനിപ്പോൾ സാജൻ ചക്കരയുമ്മ എന്ന പേരിൽ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്. അതിൽ അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഈരാളി എന്നൊരു പ്രൊഡ്യൂസർ, അദ്ദേഹം ആദ്യം എടുത്ത ചിത്രമാണ് ഈ ചുവന്ന ചിറകുകൾ. ഷർമിള ടാഗോറും ജയനും സോമേട്ടനൊക്കെ ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ അസോസിയേറ്റ് ആയിരുന്നു. ആ ചുവന്ന ചിറകുകൾ എടുത്ത നിർമ്മാതാവ് വേറെ ഒരു സിനിമ എടുത്തിരുന്നു, നദി മുതൽ നദി വരെ. അത് വിജയാനന്ദ് സാറാണ് അതിൻ്റെ ഡയറക്ടർ. അതിൽ നായകൻ മമ്മൂട്ടിയാണ്, ക്യാപ്റ്റൻ രാജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിജയാനന്ദ് സാറിന് എന്തോ അദ്ദേഹം തമിഴ് ഡയറക്ടർ കൂടെ ആയതുകൊണ്ട് ചില പോർഷൻസ് ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഈരാളി അടുത്ത് പറഞ്ഞപ്പോൾ ഈരാളി പറഞ്ഞ്, നമ്മുടെ ശങ്കരൻ നായർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ചുവന്ന ചിറകുകളൊക്കെ വർക്ക് ചെയ്തിരുന്ന അസോസിയേറ്റ് ഡയറക്ടർ സാജൻ മിടുക്കനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ നദി മുതൽ നദി വരെ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ചില പോർഷൻസ് ഞാൻ പോയി ഡയറക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മമ്മൂട്ടി ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാനന്ന് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചോദിച്ചാൽ, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ക്യാമറ ആയാലും ശരി, ആർട്ട് ഡയറക്ഷൻ ആയാലും ശരി, അസോസിയേറ്റ് ഡയറക്ടറായാലും ശരി, മറ്റ് ആരെങ്കിലും വർക്ക് ചെയ്യുന്നതെല്ലാം പുള്ളി ഒരു ചുറ്റും നോക്കി ശ്രദ്ധിക്കും. ആരെങ്കിലും ആത്മാർത്ഥത ഇല്ലാതെ വർക്ക് ചെയ്യുന്നതും ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്നതും പുള്ളി കണ്ട് മനസ്സിലാക്കി വയ്ക്കും. അപ്പം അങ്ങനെ ആ വർക്ക് ചെയ്ത ഒരു പരിചയം പുള്ളിക്കാട്ടുണ്ട്. കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗോൾഡ് മെഡലിസ്റ്റായിട്ട് ഡയറക്ടറായിരുന്നു KN ശശിധരൻ. അദ്ദേഹത്തിൻ്റെ അക്കരെ എന്ന സിനിമ ഞാനായിരുന്നു അസോസിയേറ്റ് ഡയറക്ടർ ഗുരുവായൂർ. അപ്പോൾ അതിൽ ഉടനീളം ത്രൂ ഔട്ട് ഞാനായിരുന്നു എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ. പിന്നെ എന്നോടൊപ്പം അന്ന് വർക്ക് ചെയ്യുന്ന പിൽക്കാലത്തെ പ്രശസ്തനായ സംവിധായകൻ കരീം പിന്നീട് പല ഡയറക്ടർമാരുടെ ഭരതേട്ടനോടൊക്കെ വർക്ക് ചെയ്ത ആളാണ് കരീം. അന്ന് ആദ്യമായിട്ട് ഇതിലായിരുന്നു അസിസ്റ്റൻ്റായിട്ട് വന്നിരുന്നത്. അപ്പോൾ അന്നും മമ്മൂട്ടി എന്നെക്കുറിച്ച് പ്രത്യേകിച്ച് നല്ല അഭിപ്രായം കണ്ടിരുന്നു. അതായത് നമ്മളിന്ന് ചെറുപ്പമാണല്ലോ, ചുറുനിൽക്കുന്നതായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം അറിയാം. അങ്ങനെ അപ്പച്ചൻ സാറിനോട് പറഞ്ഞു, സാജൻ എന്തുകൊണ്ടും നല്ലൊരു ഡയറക്ടറായിരിക്കും എന്ന് അദ്ദേഹം റെക്കമെൻഡ് ചെയ്തതാണ് ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. പിന്നീട് ചക്കരയമ്മയ്ക്ക് ശേഷം ഞാൻ ചെയ്ത ചിത്രങ്ങൾ വിജയ മൂവീസിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കൂട്ടിളങ്കിളി, ഒരു നോക്ക് കാണാൻ, കണ്ടറിഞ്ഞു, സ്നേഹാമൃതസിംഹം, ഇങ്ങനെ ഒരുപാട് അവരുടെ ഞാൻ 8-9 സിനിമകൾ ഞാൻ തുടർച്ചയായിട്ട് സംവിധാനം ചെയ്തു.
അല്ലാതെ മറ്റ് ചിത്രങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും മമ്മൂട്ടി തമ്മിലൊക്കെ മമ്മൂട്ടിയാണ്, ഉപഹാരത്തിൽ മമ്മൂട്ടിയാണ്. അങ്ങനെ മമ്മൂട്ടിയായിട്ട് നല്ല ബന്ധമാണ്. പിന്നീടത് അദ്ദേഹത്തിൻ്റെ ഡേറ്റുകൾ പലപ്പോഴും കിട്ടാറുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, വേറെ നിർമ്മാതാക്കളുടെ കൂടെ പോകുമല്ലോ. അപ്പോൾ അതാണ് എന്നോട് ആൾക്കാർ ചോദിക്കുന്നത്, ഡയറക്ടറായ നിങ്ങൾ കൂടുതൽ സംവിധാനം ചെയ്തത് മമ്മൂട്ടിയുടെ ചിത്രങ്ങളായിരുന്നല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാനെന്തെന്ന് വെച്ചാൽ, ഈ ചില മാധ്യമങ്ങൾ, നല്ല മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യാത്ത ചില ആൾക്കാർ, ചില വ്യാജന്മാർ വെറുതെ ന്യൂസ് അടിച്ചുവിടും. വെറുതെ അവർ അവിടെ കണ്ടത് ഇവിടെ കണ്ടതൊക്കെ കേട്ടിട്ട് ആരെക്കുറിച്ചും എന്തും എഴുതും. പണ്ട് ഞാൻ മദ്രാസ് താമസിക്കുമ്പം ദാസേട്ടനെ കുറിച്ച് യേശുദാസ് അദ്ദേഹം അപകടത്തിലാണ്, അദ്ദേഹം അത്യാവശ്യ നിലയിലാണ് എന്നൊക്കെ വെറുതെ അടിച്ചുവിടുമായിരുന്നു. വെറുതെ എന്തൊക്കെ അദ്ദേഹം കണ്ടതും കേട്ടതും ഭാവിക്കാറില്ല. അങ്ങനെ തന്നെയാണ് എത്ര നല്ല നടീനടന്മാരെ അവന്മാർ വധിച്ചു, കൊന്നു. അത് ചില ഒരു ക്രൂര വിനോദം എന്ന് പറയാം. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ യൂട്യൂബിലൊക്കെ ചില ആൾക്കാർ മമ്മൂട്ടിയെക്കുറിച്ചൊക്കെ ചില സംഭവങ്ങൾ എഴുതിയാൽ അദ്ദേഹത്തിന് ഈ ചികിത്സ ഒരുപാട് വേണം, വിദഗ്ധ ചികിത്സ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. എന്നാൽ എനിക്ക് എറണാകുളത്ത് കിട്ടിയ അറിവ് ഞാൻ നിങ്ങളോട് പറയാം. മദ്രാസിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് അപ്പോളോ ഹോസ്പിറ്റൽ. അത് ഏവർക്കും അറിയാവുന്നതാണ്. പ്രോട്ടോൺ ചികിത്സയിലാണ്. അതായത് ക്യാൻസറിൻ്റെ ഏതോ ഒരു ചെറിയൊരു സംഭവം കണ്ടപ്പോൾ അദ്ദേഹം ഷൂട്ടിങ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് എന്തായിട്ട് ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. വേറെ എവിടെയാണെങ്കിൽ അത് അങ്ങനെ അറിയാതെ പോകും. പക്ഷെ അദ്ദേഹത്തിന് ഈ ആരോഗ്യം ശരിക്കും നോക്കുന്ന ആളാണ്. നമുക്കറിയാം, അദ്ദേഹം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. മാത്രമല്ല കൂടെ അഭിനയിക്കുന്ന ആൾക്കാരോടൊക്കെ പുള്ളി പറയും, നിങ്ങൾ ഇന്ന് വർക്കൗട്ട് ചെയ്യണം, ശരീരം നോക്കണം, അഭിനയിക്കുന്നതാണ് തൊഴിലെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യം നോക്കണം, ഭക്ഷണം നോക്കണം എന്നൊക്കെ പറയുന്ന ആളാണ് പുള്ളി. അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഭക്ഷണ രീതിയോ വീട്ടിൽ നല്ല രീതിയിൽ ഫുഡ്, എല്ലാ ഐറ്റംസ്, ഫിഷിൻ്റെയും മീറ്റിൻ്റെയൊക്കെ എന്തെല്ലാം ഐറ്റംസ് വെജിറ്റബിൾസൊക്കെ വരും. പുള്ളി ലേശമേ കഴിക്കുള്ളൂ. അതായത് എങ്ങനെ ഈ മനുഷ്യൻ ഇത്രയും കഴിച്ചുകൊണ്ട് ജീവിക്കുന്നതെന്ന് തോന്നിപ്പോവും. ഇവിടെ കഴിക്കാതിരിക്കാൻ ഞങ്ങൾക്കൊക്കെ നല്ല വിശാലാണ്, കൊള്ളാം. അദ്ദേഹത്തെ വീട്ടിൽ പോയാലും അവനെ തന്നെ. പിന്നെ വേറെന്ത് പറയുക വെച്ചാൽ, നമ്മുടെ പുള്ളിക്കാരൻ വേറെ സംഭവമുണ്ട്. ഇപ്പോൾ കൂട്ടിടങ്ങളിൽ ഈ സംഭവത്തിൽ അദ്ദേഹം RDO ആയിട്ടാണ് അഭിനയിക്കുന്നത്. സുകുമാരി ചേച്ചി ഒരു സ്ത്രീ, ഒരു വീട്ടു ജോലിക്കാരിയായിട്ടാണ്. ആ അമ്മ അങ്ങനെ നല്ല ആഹാരം പാചകം ചെയ്ത് കൊടുക്കുന്ന ഒരു സീനുണ്ട്. പിന്നെ അദ്ദേഹം ഇത്രയും ആരോഗ്യവും ഭക്ഷണമൊക്കെ നോക്കുന്ന ആളാണെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ ചക്കരയമ്മയ്ക്ക് ശേഷം ഞാൻ വിജയാമേഴ്സിൻ്റെ ചിത്രം എടുത്തത് കൂട്ടിളങ്കിലായിരുന്നു. അതിൽ മമ്മൂട്ടി RDO ആണ്. അതായത് ഒരു അടിച്ചു കളിക്കാരിയായ, അത് അടൂർവാസി ഒരു ജന്മിയാണ്. അദ്ദേഹത്തിന് വീട്ടിൽ അടിച്ചു കളിക്കാരിയായ ഒരു പാവപ്പെട്ട സാധു സ്ത്രീയുടെ മകനാണ് അതിൽ മമ്മൂട്ടി അഭിനയിക്കുന്നത്. കുമാരി വാരികയിൽ വന്നതാണ്. പ്രഭാകരപുത്തൂരാണ് എൻ്റെ കഥ എഴുതിയത്. അപ്പോൾ അതിൽ ഈ RDO ആയിട്ട് വരണം. അപ്പോൾ അത് അമ്മയെ കാണാനായിട്ട് മകൻ വരുമ്പോൾ അമ്മ വാത്സല്യപൂർവ്വം സ്വീകരിക്കുന്നതും നിലത്തിരുത്തി ഭക്ഷണം കൊടുക്കുന്നതും ഡൈനിങ് ടേബിളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് സാധാരണ മീൻകറിയും ചോറും കുറച്ച് കപ്പയും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഊണാറ് ചെയ്തു. അപ്പോഴോ നമുക്കറിയാം മമ്മൂട്ടിക്ക് ഒരു കുഴപ്പമുണ്ട്. സ്വാദിഷ്ടമായ ഭക്ഷണം, അതും കപ്പയും മീൻകറിയും കിട്ടിയാൽ പിന്നെ പുള്ളിക്കാരൻ ഡയറ്റൊന്നും നടത്തില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, ഞാൻ പ്രത്യേകിച്ച് പറയും, മമ്മൂട്ടിയാണ് ഇങ്ങനെ ആഹാരം ഇരിക്കുന്നതെങ്കിൽ കട്ട് പറഞ്ഞാലൊന്നും പുള്ളി നിർത്തില്ല, അത് ആസ്വദിച്ച് കഴിച്ചിരിക്കും. പിന്നെ നമുക്ക് വീണ്ടും സുകുമാരി ചേച്ചിയുടെ ക്ലോസപ്പും മമ്മൂട്ടിയുടെ വീണ്ടും ക്ലോസപ്പൊക്കെ എടുക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ഇത് ആഹാരം കരുതണം. അതുകൊണ്ട് ഒരു ഭാഗം ഞങ്ങൾ ആഹാരം മാറ്റി വെച്ചിരിക്കും. ശരിയാണ്, അത് ഓരോ സംഭവിച്ചു. പുള്ളി ഇടം വരം നോക്കാതെ അത് ആസ്വദിച്ചും കഴിക്കും. ഇത് പുള്ളി പറയും, ഇവിടെ നല്ല കപ്പയും മീൻ കറി എത്തുന്നവനിങ്ങനെ ഡയറ്റ് നോക്കുന്നത് എന്ന് പറയുന്ന ആളാണ്. പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ പുള്ളി മിതമായ ഭക്ഷണം, പിന്നെ വ്യായാമം എല്ലാം നോക്കി സഹപ്രവർത്തകരെ എല്ലാം ഉപദേശിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനൊരു അസുഖം വന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, 10 പേര് അറിയുമല്ലോ. അതറിഞ്ഞ നിമിഷം തന്നെ നമ്മുടെ മോഹൻലാൽ എന്താ ചെയ്തത്, കൂടെ സഹപ്രവർത്തകർ അദ്ദേഹം ശബരിമലയ്ക്ക് പോയപ്പം മമ്മൂട്ടിയുടെ നക്ഷത്രത്തിൻ്റെ പേരിൽ ഒരു പൂജ അർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ബന്ധം നോക്കിക്കൊള്ളണം, ആ സൗഹൃദം, അത്ര സാഹോദര്യ ബന്ധം എന്ന് തന്നെ പറയാം. അത്ര രീതിയിലാണ് മമ്മൂട്ടി മോഹൻലാൽ. അതിനെക്കുറിച്ച് ചില ആൾക്കാരൊക്കെ പറഞ്ഞു, എന്തിന് മമ്മൂട്ടി ഏകദൈവ വിശ്വാസിയായ മുസൽമാനല്ലേ, പിന്നെ എന്തിനാണ് അമ്പലത്തിൽ കൊണ്ട് പൂജ കഴിപ്പിച്ചതെന്ന്. അത് അറിഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യിച്ചതെങ്കിൽ ദൈവത്തോട് മാപ്പണം, തൗബ ചെയ്യണം എന്നൊക്കെ പറയുമല്ലോ. അതായത് ചെയ്തുപോയ തെറ്റുകൾ ദൈവത്തോട് പറയുന്നതാണല്ലോ തൗബ ചെയ്യുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ വിജയാമോസ ഈ പടങ്ങളെല്ലാം കൂട്ടങ്ങളെയും ഒരു നോക്ക് കാണാനും തമ്മിലും സ്നേഹമുള്ള സുഖവും കണ്ടുകൊണ്ട് ഇതൊക്കെ ചെയ്തു പറഞ്ഞല്ലോ.
ഈ പടങ്ങളെല്ലാം ചെയ്യുമ്പോൾ സെൻസറിങ്ങിന് ശേഷം ഞങ്ങളിതിൻ്റെ ഈ ഫസ്റ്റ് പ്രിൻറ്റിൻ്റെ ഫസ്റ്റ് കോപ്പിയായിട്ട് അവരുടെ വിശ്വാസമാണ് വേളാങ്കണ്ണി പള്ളിയിൽ പോകും. ഞങ്ങൾ ഇവിടെ ഒരുമിച്ചാണ് പോകുന്നത്. വേളാങ്കണ്ണി പള്ളിയിൽ പോയിട്ട് അവിടെ പ്രത്യേകിച്ച് വെഞ്ചരിക്കുന്നതാണ് പറയുന്നത് തോന്നുന്നു. പിന്നെ വെള്ളം തളിക്കുമല്ലോ, ആൾക്കാരെ തളിപ്പിച്ച് അങ്ങനെ കർമ്മം നടത്തിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പോഴും ഈ ക്രിസ്തീയ നല്ല വിശ്വാസികളായ വിജയ മൂവീസ് പ്രൊഡക്ഷൻസിലെ സേവിച്ചനും ജോളിയും അവർ രണ്ടുപേരാണ് അതിൻ്റെ നിർമ്മാതാക്കൾ. പിന്നെ വേറൊരാളാണ് ബാബു സൈബർ, നമ്മുടെ ഷീലാമ്മയുടെ ഹസ്ബൻഡ്. അദ്ദേഹത്തിൻ്റെ സ്ഫോടനം എന്ന സിനിമയിലാണ് മമ്മൂട്ടി ആദ്യമായിട്ട് അഭിനയിക്കുന്നതും. അഭിനയിക്കുന്നില്ല, മമ്മൂട്ടി നല്ല റോൾ അഭിനയിക്കുന്നത് സുകുമാരനോടൊപ്പം. ഒരു ചെറിയ കാല് ഫ്രാക്ചറൊക്കെ ആയാലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഈ പ്രിൻ്റ് അതും കൊണ്ട് ഞങ്ങൾ നേരെ വരുമ്പോൾ നേരെ അടുത്ത അവർ പറഞ്ഞ് നമുക്ക് നാഗൂർ പള്ളിയിൽ പോകാം. അത് വഴി ഈ ഇവിടെയാണല്ലോ, വെള്ളങ്കണ്ണിക്ക് അടുത്താണ്. അവിടെ വന്ന് അവിടെയും അവർ പൂജകളൊക്കെ കഴിച്ചിട്ട്, അതായത് മുസ്ലിം മറ്റുള്ള രീതിയിലുള്ള നേർച്ചകൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമാണ്. ഇപ്പം ആരോമ മൂവീസിൻ്റെ ചിത്രങ്ങൾ ഞാൻ ചെയ്യുമ്പം അദ്ദേഹം ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ് സ്ഥിരം. ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പം എന്നോട് പറയും, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോവുകയാണെങ്കിൽ അദ്ദേഹം ഗുരുവായൂരൊക്കെ അമ്പലത്തിൽ പോകും, കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ പോകും. അവിടെ അദ്ദേഹത്തിന് കൂടെ ഞാൻ യാത്ര ചെയ്യും. അദ്ദേഹത്തിന് കൂടെ ഒരു സുഹൃത്തായിട്ട് ആരെങ്കിലും വേണം. ഊട്ടി ഗേറ്റ് ഹോട്ടലിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹം, ഇപ്പോൾ ഇല്ല. അപ്പോൾ എൻ്റെ അടുത്തൊരു ചില ആൾക്കാർ, നിങ്ങൾ ഇന്നടുത്ത് പോവുകയാണെങ്കിൽ ഇന്നൊരു നേർച്ചിട്ടേക്കണേ എന്ന് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഞാനത് മണിസാറിനെ കൊണ്ട്, അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലാണെങ്കിൽ മണിസാറിനെ കൊടുത്ത് അത് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമല്ലേ, നമ്മളിപ്പോൾ എല്ലാം ദൈവവിശ്വാസികളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങളും പ്രാർത്ഥനകളും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് ഈ സംഭവം ഞാൻ പറയുന്നത്. എല്ലാ തരത്തിലും ഒരു നല്ല മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് വേണ്ടിയിട്ടാണ് സഹപ്രവർത്തനായ മോഹൻലാൽ പ്രത്യേക പൂജ കഴിപ്പിച്ചത്. അതിനൊന്നും ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ ഷൂട്ടിംഗ് നടക്കവെയാണ് ഈ അസുഖം ഉണ്ടാകുന്നതും. അപ്പോൾ തന്നെ പെട്ടെന്ന് അദ്ദേഹം അസ്വസ്ഥത അറിഞ്ഞ ഉടനെ തന്നെ ദുൽഖർ ഷൂട്ടിങ്ങിലായിരുന്നു. ദുൽഖർ ഓടിയെത്തി. പിന്നെ മാത്രമല്ല, ദുൽഖറിൻ്റെ സഹോദരി സുർമി, മമ്മൂട്ടിയുടെ മകൾ, സുർമിയുടെ ഹസ്ബൻഡ് വലിയ ഡോക്ടറാണ്. ഉടനെ തന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് കരുതി മദ്രാസിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഈ ക്യാൻസറിൻ്റെ വിദഗ്ധ ചികിത്സയുള്ള, പ്രോട്ടോൺ ചികിത്സയുള്ള ഏക ഹോസ്പിറ്റൽ മദ്രാസിലെ അപ്പോളോ ഹോസ്പിറ്റലാണ്. അത് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. MGR ഒക്കെ ചികിത്സ അവിടെയായിരുന്നു. ജയലളിത മാസങ്ങളോളം ചികിത്സ അവിടെയായിരുന്നു. പിന്നെ അവരൊക്കെ വലിയ ചികിത്സ മൂർധന്യ ദശയിലെത്തിയ ശേഷമൊക്കെയാണ് ആ ഹോസ്പിറ്റലിലേക്ക് പോയതെന്നാണ് അറിവ്. പക്ഷേ മമ്മൂട്ടി പ്രാരംഭ ദശയിൽ തന്നെ, അത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഹസ്ബൻഡ് നല്ല ഡോക്ടറാണ്, പ്രോട്ടോൺ ചികിത്സ ഏതാനും മണിക്കൂറുകൾ മതി. അത് കഴിഞ്ഞ് ഡോക്ടർ നിർദ്ദേശിച്ചു, ഇനി ഏതായാലും ഒരു വിശ്രമം വേണം. പുള്ളിക്കാരനാണെങ്കിൽ പ്രത്യേകിച്ച് പറയുന്നത്, പുള്ളിക്കാരൻ ലഹരിയാണ് അഭിനയം. പണ്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി ആരംഭകാലത്ത് ഒരു വർഷം 35-36 സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ മമ്മൂട്ടി. അന്ന് മോഹൻലാൽ ലോകത്ത് അങ്ങനെ തന്നെയാണ്. പിന്നീടാണ് അവർ വർഷങ്ങളിൽ 5, 4, 3, 2. ഇപ്പം സത്യത്തിൽ മമ്മൂട്ടിയുടെ പടങ്ങൾ വരാത്തതുകൊണ്ട് ആളുകൾക്ക് ഭയങ്കര വിഷമമായിരിക്കുകയാണ്, ഒരു പടം കിട്ടാത്തതിൻ്റെ വിഷമം. പക്ഷേ അദ്ദേഹം അഭിനയിക്കാൻ തയ്യാറാണ്. വിടുമോ? മറ്റേ ഇപ്പം മദ്രാസിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ആ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ, അതിൻ്റെ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ SN സ്വാമിയോട് അവിടെ പോയിട്ടുണ്ട്. അവിടെ നല്ല മനോഹരമായൊരു വീട്. അതൊക്കെ പ്രത്യേകിച്ച് വെച്ചാൽ അദ്ദേഹം ഒരുപാട് ആർക്കിടെക്റ്റിനെയൊക്കെ അന്വേഷിച്ചെടുത്തപ്പോഴാണ് നമ്മുടെ ഡയറക്ടർ ശ്യാമപ്രസാദില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു വീട് കാണാൻ ഇടയായതും അതിൻ്റെ എഞ്ചിനീയർ മിസ്റ്റർ തോമസ് നോറ്റ കോട്ടയംകാരൻ, അദ്ദേഹത്തെ കണ്ടു. കേരളീയ രീതിയിൽ ഒരു വീട് വേണം, അതിൽ മാർബിളോ സിമെൻറ്റോ അല്ലെങ്കിൽ കോൺക്രീറ്റോ ഗ്ലാസുകളോ ഒന്നും വേണ്ട, തനി കേരളീയ സ്റ്റൈലിലൊരു വീട് വേണം എന്ന് പറഞ്ഞതും. പിന്നെ മുകളിലായിട്ട് ഒരു തിയേറ്ററുണ്ട്. അന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും സ്വാമിയും കൂടെ കയറി കണ്ടത്. അദ്ദേഹം തന്നെ ഞങ്ങളെ കൊണ്ടുവന്നെല്ലാം കാണിച്ചു. ഇതാണ് തിയേറ്റർ, പിന്നെ ഹോം തിയേറ്റർ, ബെഡ്റൂമുകൾ 4 ബെഡ്റൂമാണ് മമ്മൂട്ടിക്കും വൈഫിനും സുർമിക്കും ദുൽഖറിനും പിന്നെ വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ കൂടെ ഉള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ വീടിൻ്റെ നിർമ്മിതി. പിന്നീട് ഒരിക്കൽ പോയപ്പോൾ താനും കേരള സ്റ്റൈൽ വീട്. അതിൻ്റെ ഗേറ്റാണെങ്കിലോ നമ്മളൊരു കേരളീയ സ്റ്റൈലിൽ വാസ്തുവിദ്യ വെച്ച് നോക്കിയിട്ട് ഒരു അമ്പലത്തിലൊക്കെ പോകുന്ന ഒരുമാതിരി ഗേറ്റുണ്ടല്ലോ, അത് രീതിയിൽ പ്രത്യേകിച്ച് നല്ല രീതിയിൽ നല്ല തേക്ക് കൊണ്ട് നല്ല രസമാണ്. മണിച്ചിത്രത്താഴാണ് അതിൻ്റെ കൂട്ട് പോരെ. അപ്പോൾ ആ രീതിയിലാണ് അടുത്ത കൺസ്ട്രക്ഷൻ. ആ വീട്ടിലാണ് പുള്ളി ഇപ്പം വിശ്രമിക്കുന്നത്. പുള്ളി പുറത്താരും വിടുന്നില്ല. എങ്കിലും ചെറിയൊരു ദുൽഖറിനും പിന്നെ
സഹോദരിക്കും പിന്നെ ഡോക്ടർക്കും സുൽഫത്തിനും ഒക്കെ ഒരാഗ്രഹം. കാരണം ചികിത്സയൊക്കെ മാറി വിശ്രമത്തിലാണെങ്കിലും ഒന്ന് വിദേശത്തോടെ പോയി ഒന്ന് പൂർണ്ണ ചെക്കപ്പ് ചെയ്തിട്ട് ഷൂട്ടിങ്ങിലേക്ക് പോയാൽ പോരെ എന്ന് പറയുന്നു. പക്ഷെ അത് പെട്ടെന്ന് പറ്റില്ല, കാരണം എല്ലാവരുടെയും വിസയൊക്കെ ശരിയാവണമല്ലോ. ഏതായാലും ഇവരാരും മമ്മൂട്ടിയെ തൽക്കാലം അഭിനയിക്കാൻ വിടില്ല എന്ന് വെച്ചാൽ 2 പടങ്ങൾ പുള്ളിക്കാരന് തീർക്കാറുണ്ട്. ഇപ്പം ഒരു പടത്തിൻ്റെ പകുതിയായി, അടുത്തതൊരു കളങ്കാവലൻ ഉഗ്ര സിനിമയാണ് വരാൻ പോകുന്നത്. അതൊരു പ്രത്യേക വേഷമാണ് മമ്മൂട്ടിക്ക്. ഒരു നെഗറ്റീവ് ടച്ചുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ബ്രഹ്മയുഗം എന്ന സിനിമയിലൊക്കെ മമ്മൂട്ടിയുടെ പെർഫോമൻസ്, ഒരു മുണ്ടും ഒരു തോർത്ത് കൊടുത്ത് അറിയിച്ച മമ്മൂട്ടിയെ പറ്റി കാരണം ജനങ്ങളുടെ ആകാംക്ഷ എന്ന് പറഞ്ഞാൽ ഏത് വേഷവും നമ്മൾ സന്തോഷത്തോടെ കണ്ടിരിക്കാനൊരു നടൻ. കേരളവർമ്മ, പഴശ്ശിരാജ, പടക്കം, വീരഗാഥ, പിന്നെ അതുപോലെ വിധേയൻ, ഈ പൊന്തന്മാട, പിന്നെ സൂര്യമാനസം, മൃഗയ. എൻ്റെ സ്നേഹവടസമത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ഉണ്ടല്ലോ അന്ന് ഒരു മാസം 6-7 സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ ഒഴുക്കുടിയനായ ഒരു കഥാപാത്രമായിട്ട് മാറാനായിട്ട് വൈശാഖൻ സ്നേഹവടസമത്തിൽ പുള്ളിക്കാരൻ 3-4 ദിവസം കുറ്റിത്താടി വളരാനായിട്ട് പങ്കജ് ഹോട്ടലിൽ തിരുവനന്തപുരത്ത് താമസിച്ചു. പുള്ളിക്കാരൻ 4 ദിവസം വെച്ചാൽ എത്ര സിനിമ കാണുന്നറിയാൻ ചെയ്യുന്നത്. ആ കാലത്ത് പോലും കഥാപാത്രങ്ങൾക്ക് വേണ്ടി പുള്ളിക്കാരൻ എന്തുമായി മാറി തീരാൻ അത്ര ഉള്ള വ്യഗ്രത പുലർത്തുന്ന ഒരു നടനാണ് മമ്മൂട്ടി. പ്രമേയമൊക്കെ കണ്ടാൽ നമുക്ക് ഈ പ്രാവശ്യം ഏറ്റവും നാഷണൽ അവാർഡ് അദ്ദേഹത്തിനായിരിക്കും എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞൊന്നും തന്നെ അറിയില്ല. കാരണം അല്ലെങ്കിൽ അതുപോലെ തന്നെ മത്സരത്തിന് വരുന്ന വേറെയും ചിത്രങ്ങളുണ്ടാവില്ല. എങ്കിൽ ഇത് തീർച്ചയായിട്ടും ഈ പടം കണ്ട ജൂറിയുടെ നോട്ടം മമ്മൂട്ടി തന്നെയായിരിക്കും. ഏതായാലും മമ്മൂട്ടി ഇപ്പോൾ അടുത്തത് ചെയ്യാൻ ഇരുന്ന പടം എന്ന് പറയുന്നത് ഇപ്പം കളങ്കാവലൻ. അതിൽ കുറച്ച് പേർക്ക് മറ്റ് വയലൻസ് ഉണ്ട് എന്നേ ഉള്ളൂ. പൂർണ്ണാരോഗ്യവനാണ്, വിശ്രമത്തിലാണ്. അദ്ദേഹത്തിന് തെറാപ്പി കഴിഞ്ഞു, ഏതാനും മണിക്കൂറുകളായി ഉണ്ടായിരുന്നുള്ളൂ. അതായത് എനിക്ക് ജെന്യുവനായിട്ടുള്ള റിപ്ലൈയാണ് കിട്ടിയത്. ഈ ആൾക്കാർ എന്തെല്ലാം ഊഹാപോഹങ്ങൾ പറഞ്ഞാലും അതെല്ലാം അവന്മാർ വെറുതെ പറയുന്നതാണെന്ന് കരുതിയാൽ മതി. പിന്നീട് നമ്മുടെ ഹരിഹരൻ സാറ് അദ്ദേഹമാണ് കേരളവർമ്മ, പഴശ്ശിരാജയും ഒരു വടക്കം വീരകഥ എടുത്ത അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രത്തിലേക്ക് മമ്മൂട്ടിയാണ് പ്രധാനമായിട്ട് ONV സാറിൻ്റെ ഒരു കണ്ണകാവ് ഉജ്ജയിനി, അതിലൊരു ചക്രവർത്തിയായിട്ട് മറ്റുമാണ് മമ്മൂട്ടി. അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അതായത് ഇത് കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള വിശിഷ്ട കഥാപാത്രങ്ങൾ, ചക്രവർത്തി ആയാലും മഹാരാജാവായാലും ഈ പൊന്തന്മാടയായാലും പ്രമേയത്തിലെ കുടുംബം പറ്റിയായാലും അതിന് മമ്മൂട്ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അതിൻ്റെ മമ്മൂട്ടി ഇല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളെ വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്യില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നമ്മൾ പറഞ്ഞു, ആരോഗ്യവാനായിരിക്കുന്നു. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരു വാർത്ത നമ്മൾ അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുൽഫത്തിൻ്റെ പിതാവ് മരണപ്പെട്ട വിവരം പറഞ്ഞു. അദ്ദേഹം അവിടുത്തെ മട്ടാഞ്ചേരി പള്ളിയിലെ മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. പിന്നെ അദ്ദേഹം മലഞ്ചിറക്കി വ്യാപാരികളുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നെ അവിടെ കൊച്ചിൻ ഹാർബറിൽ ഒരു യൂണിയനുണ്ട്. ആ യൂണിയൻ്റെ ആരംഭകാല പ്രവർത്തകർ തൊഴിലാളികളുടെ സംഘടനയുടെ നേതാവായിരുന്നു. അദ്ദേഹത്തിന് മരിക്കുമ്പോൾ വയസ്സ് 90 PS അബു ഇത് കേട്ടോണ്. മമ്മൂട്ടിയുടെ ഭാര്യാപിതാവ് PS അബു, പിന്നെ ഭാര്യ പരേതയായ നബീസ, മക്കൾ സുൽഫത്ത്, അസീസ്, റസിയ, സൗജത്ത്, പിന്നെ മരുമക്കൾ സലീം, സൈനുദ്ദീൻ, ജമീസ്, അസീബ്, ഇതാണ് മരുമക്കൾ. ഇദ്ദേഹത്തിൻ്റെ വീട് സ്റ്റാർ ജംഗ്ഷൻ പറയാട്ട് പറമ്പിൽ PS അബു. ഇദ്ദേഹമാണ് സുൽഫത്തിൻ്റെ പിതാവ്. ഈ മരണം വരെ പുള്ളിയുള്ള ആക്റ്റീവായിരുന്നു. അപ്പം തന്നെ എല്ലാത്തിലും ആക്റ്റീവായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. കൂടെ ഞാൻ ഇതോടൊപ്പം പറയുകയാണ്, മട്ടാഞ്ചേരിയിലെ വ്യാപാര വ്യവസായിയുടെയൊക്കെ വലിയ ആൾക്കാരെല്ലാം അനുശോചനത്തിലേക്ക് എത്തിയിരുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ രീതിയും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന സുൽഫത്തിനെ ഞാൻ എടുത്തു പറയാൻ വിട്ടുപോയി. കാരണം ആഹാര രീതിയായാലും ശരി, പിന്നെ എന്തും. അതുകൊണ്ടാണല്ലോ മമ്മൂട്ടി പ്രത്യേകിച്ച് മദ്രാസിൽ പണിയുന്ന വീട് ഭാര്യ സുൽഫത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ വേണം. അതായത് കേരളത്തിൻ്റെ പ്രകൃതി രമണീയമായ രീതിയിൽ തന്നെ ആയിരിക്കണം മദ്രാസിലെ വീടും എന്ന് സുൽഫത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹപ്രകാരമാണ് താൻ കേരളീയ സ്റ്റൈലിൽ നമ്മൾ കണ്ട ഒരു കൊച്ചു കേരളമാണ്.
ആ ഗേറ്റ് കിടന്ന മണിച്ചിത്രത്താഴൊക്കെ തുറന്ന് ആ ഗേറ്റ് കിടന്നകത്തേക്ക് എല്ലാമ്പോഴത്തേക്ക് ഒരു വീട്, നല്ല സിറ്റിംഗ് ആയിട്ട് വെളിയിൽ. പിന്നെ അടുത്ത് തൊട്ടപ്പുറത്ത് വേറൊരു ഹാളൂടെ കെട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വിസിറ്റേഴ്സിനൊക്കെ ഇരിക്കാനൊക്കെയാണ്. കാരണം ഈ വീട്ടിൽ മറ്റുള്ള ആൾക്കാർക്കൊന്നും ബുദ്ധിമുട്ടാവാൻ രീതിയിൽ ഡിസ്കഷൻ നടത്താനൊക്കെയാണ് മമ്മൂട്ടിയുടെ വീട്. പിന്നെ എറണാകുളത്തുള്ള വീട്, അത് പറയാൻ പറ്റുമോ. ഒരിക്കൽ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളൊപ്പം മമ്മൂട്ടിയുടെ എറണാകുളത്തുള്ള വീട് കാണണമെന്ന് പറഞ്ഞു. ആക്ച്വലി ഞാൻ മദ്രാസ് എറണാകുളത്ത് വിളിക്കാൻ പോയിട്ടില്ലായിരുന്നു. എങ്കിലും എറണാകുളത്ത് പോയ മമ്മൂട്ടി അവിടെ ഇല്ലാന്ന് എനിക്കറിയാം, ദുൽഖറും അവിടെ ഇല്ലാന്ന് എനിക്കറിയാം. പിന്നെ എങ്കിലും എൻ്റെ കൂട്ടുകാരന്മാർക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കൂട്ടുകാരെ ചങ്ങനാശ്ശേരി നജീബ്, പുള്ളി സീരിയലൊക്കെ എടുക്കുന്ന ആളാണ്, ആഡ് ഫിലിം എടുക്കുന്ന ആളാണ്, പുള്ളിക്കാരൻ്റെ വീട് കാണണം. പിന്നെ എന്നോടൊപ്പം ഞങ്ങളുടെ അഞ്ചലുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് അദ്ദേഹം കൊണ്ടായിരുന്നു, ഷൂജ എന്നാണ് പേര്. ഞങ്ങൾ അദ്ദേഹത്തെ നിർബന്ധമായിട്ട് കാണണം എറണാകുളത്ത് പോയപ്പോൾ പറഞ്ഞു. ഞാൻ അങ്ങനെ പോയി, അവിടെ കൂട്ടിക്കൊണ്ട് പോയി. അവിടെ പോയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, തുറക്കാൻ പറ്റും, വലിയ വിശാലമായ ഗേറ്റ്. ഹിന്ദിക്കാരൻ വന്ന് പറഞ്ഞു സാറവിടെ ഇല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മാനേജറുമായിട്ട് ഫോണിൽ തന്നു. അവിടുത്തെ വീടിൻ്റെ മാനേജറുണ്ട്, ആ മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞത് എൻ്റെ വന്നിട്ട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. ഇല്ല സാർ, അദ്ദേഹം ഇല്ലല്ലോ, ഇപ്പോൾ അവിടെ ആരും ഇല്ലല്ലോ, അവിടെ തോട്ടക്കാരെ പറ്റുള്ളൂ, സാറുള്ളപ്പം വരുമ്പോഴത്തേക്ക് ഒന്ന് വന്നാൽ നമുക്ക് കാണാൻ പറഞ്ഞു. ശരി ഓക്കെ. അല്ലാതെ നമുക്ക് പിന്നീട് ഞാൻ പോയി പനമ്പള്ളി നഗറിൽ ദുൽഖറിൻ്റെ ഒരു ഓഫീസുണ്ട്. പനമ്പള്ളി നഗറിൽ പപ്പായ എന്നാണ് എൻ്റെ ഓഫീസിൻ്റെ പേര്. അവിടെ നമ്മുടെ നടൻ വിജയരാഘവൻ്റെ മകനാണ് അവിടുത്തെ മാനേജർ. പിന്നെ സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ ദുൽഖർ അന്ന് കിങ് ഓഫ് കൊത്ത എന്ന സിനിമ വെച്ചുകൊണ്ടിരിക്കുകയാണ് നോർത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ് വിളിക്കണ്ട, ഏതായാലും ഇവിടെ വന്ന കാര്യം ഒന്നും അറിയിക്കുക. കാരണം ഇവർക്ക് രണ്ടുപേർക്കൊന്ന് ഈ വീട് കാണാൻ ആരും ഞാനും കണ്ടിട്ടില്ലല്ലോ. മനോഹരമായ വീട്, അതിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോളൂ. മദ്രാസിലെ വീടിൻ്റെ ഫോട്ടോ ഉണ്ട്, അതും കാണിച്ചു തരാം. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ള വിശേഷങ്ങൾ. ഏതായാലും നമുക്ക് എൻ്റെ വ്യൂവേഴ്സിനോട്, എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, അദ്ദേഹം പൂർണ്ണ ആരോഗ്യപരമായിട്ട് വീണ്ടും സജീവമായിട്ട് നമ്മുടെ മുന്നിൽ വരും. അതിനുവേണ്ടിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ആ പ്രാർത്ഥന ഫലിക്കട്ടെ. മാത്രമല്ല, ഇനി എന്തെല്ലാം കഥാപാത്രങ്ങൾ നമുക്ക് അദ്ദേഹത്തെ പ്രായത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരും. ഇതാണ് എനിക്ക് എറണാകുളത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്തുക്കളത്തിന് കിട്ടിയ നല്ല ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഇപ്പം മദ്രാസിലാണ്, ആർമി പുരത്താണ് പുള്ളിക്കാരൻ്റെ വീട്, അടയാറിനകത്താണ്. നല്ല വീട്ടിൽ വിശ്രമത്തിലാണ്. വിശ്രമത്തിലെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനുള്ള ആഗോള സിനിമകളെല്ലാം പുള്ളിക്കാരൻ ഹോം തിയേറ്റർ നേരത്തെ പണി വെച്ചിട്ടുണ്ടല്ലോ. ഒരു നിമിഷം വെളിയിൽ പോകില്ലല്ലോ. പുള്ളിക്കാരൻ്റെ സംഭവങ്ങൾ സിനിമ കാണുക, സിനിമ അഭിനയിക്കുക, കുടുംബത്തോടൊപ്പം ചിലവാക്കുക, ഇത് തന്നെയാണ്. ഏതായാലും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവനായിരിക്കുന്നതെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെയും ആ വിവരം ഞാൻ അറിയിക്കുന്നു. ഇനി വേറെ ഒരു പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. തൽക്കാലം ഇത്രയും നിർത്തുന്നു. നന്ദി, നമസ്കാരം.